രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയം കളിക്കാൻ പാടില്ലായിരുന്നു. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ വ്യാജ മദ്യദുരന്തത്തിൽ 60 പേർ മരിച്ചപ്പോൾ എന്തേ ഡൽഹിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഹെലികോപ്റ്റർ ഉയർന്നില്ലേ? അതോ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കണ്ട് പേടിച്ചിട്ടാണോ രാഹുൽ ഗാന്ധി അവിടെ പോകാത്തത്? അതോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ അണ്ണാമലയെ പേടിച്ചിട്ടാണോ? രാഹുൽ ഗാന്ധി നിങ്ങളൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ്. അത് ഓർമ്മ വേണം. ഒരു രാഷ്ട്രീയ നേതാവ് എന്നാൽ ഒരു അപകടം നടക്കുമ്പോൾ എവിടെയും ഓടിയെത്തുന്ന ഒരു നേതാവായിരിക്കണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഓടിയെത്തി ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു നേതാവാകണം. അല്ലാതെ അവിടെ നിങ്ങളുടെ സോ കോൾഡ് രാഷ്ട്രീയമല്ല മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ABCD പോലും അറിയില്ല എന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. രാഹുലെ, സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ അമ്മയോട് ചോദിക്കണം, ഇന്ദിരാഗാന്ധി നമ്മുടെ ഭാരതത്തോട് എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയതെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയായ സോണിയാഗാന്ധി പറഞ്ഞു തരും. രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ BJPയാണ് ഇന്ത്യ ഭരിക്കുന്നത്, കോൺഗ്രസ് ഭരിച്ചിട്ടേയില്ല എന്ന് രാഹുലിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാലോ സംസാരം കണ്ടാലോ ചിലപ്പോൾ തോന്നിപ്പോകും. നിലവിൽ രാഹുൽ ഗാന്ധിക്ക് 8ന്റെ പണിയാണ് മണിപ്പൂരിൽ രാഹുലിന് കിട്ടിയത്. വലിയ ഷോ ഒക്കെ കാണിക്കാൻ മണിപ്പൂരിൽ ചെന്നിട്ട് അവിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ രാഹുൽ ഗാന്ധി പകച്ചു നിന്നുപോയി. അവിടെ മാധ്യമങ്ങളെ രാഹുൽ ഗാന്ധി കണ്ടു. മാധ്യമങ്ങൾ ചോദ്യങ്ങളുടെ ഒരു അസ്ത്രം തന്നെ പടുത്തിവിട്ടു. അവിടെ ചെന്നിട്ട് അവസാനം മാധ്യമങ്ങളുടെ മുന്നിൽ ബബ്ബ എന്നടിച്ച് എണീച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് രാഹുൽ എത്തി. എന്ത് പറഞ്ഞാലും ഭരണഘടന ഉയർത്തിക്കാട്ടാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ലോകസഭയിലേക്ക് ചെല്ലുമ്പോൾ അനുരാഗ് ഠാക്കൂർ വലിച്ചു കീറി ചെവിരിലൊട്ടിക്കുമെന്ന് രാഹുലിന് അറിയാം. മോദിയും അജിത് ഡോവലും അമിത്ഷായും ഉൾപ്പെടെയുള്ള ഉന്നത സംഘങ്ങൾ മണിപ്പൂർ ജനതയോട് ചർച്ച നടത്തിയതിനാൽ അവിടെ നിലവിൽ പ്രശ്നങ്ങളില്ല. ഒരു പരിധി വരെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ മണിപ്പൂരും ശാന്തിയുടെ പാതയിലേക്ക് നീങ്ങുകയായിരുന്നു. കലാപങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും എല്ലാം കെട്ടടങ്ങിക്കൊണ്ട് എല്ലാത്തിനും ഒരു തിരശ്ശീല വീഴുകയായിരുന്നു. അവിടെയാണ് ദുഷ്ടശക്തിയെ പോലെ ഒരു കനലിട്ട് തീ ആളിക്കത്തിക്കാൻ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയത്. മണിപ്പൂരിലെത്തി ചില മോദി വിരുദ്ധ മാധ്യമങ്ങളോടാണ് രാഹുൽ ആദ്യം സംസാരിച്ചത്. മോദി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഷോ കാണിക്കാൻ തുടങ്ങി. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം മനഃപൂർവ്വം മറന്നതോ അതോ ഇതിനെക്കുറിച്ച് അറിയാതെ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കാൻ അങ്ങ് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നിന്ന് KC വേണുഗോപാലും അമ്മയും പറഞ്ഞു വിട്ടതോ? മതി. മണിപ്പൂർ കലാപത്തിന്റെ കുറ്റം മുഴുവൻ മോദിക്ക് ചാർത്തിക്കൊടുത്ത് നല്ല പിള്ള ചമഞ്ഞ് അവിടെ വിലസിയ രാഹുലിന്റെ പത്തി മാധ്യമങ്ങൾ തന്നെ അടിച്ചു താഴ്ത്തി. പിന്നെ കണ്ടത് രാഹുൽ വടി കൊടുത്ത് അടി വാങ്ങിച്ചൊരവസ്ഥയാണ് പിന്നെ അവിടെ മണിപ്പൂരിൽ അരങ്ങേറിയത്. ആദ്യമൊക്കെ മോദിയെ കൊടുക്കാൻ പാകത്തിലുള്ള ചില പ്രസ്താവനകൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തുവിട്ട പ്രസ്താവനകൾ രാഹുൽ അങ്ങ് നടത്തി. അതിനുശേഷം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് രാഹുൽ പിന്നെ കമാന്നൊരക്ഷരം വേണ്ടിയില്ല, അവിടെ നിന്നില്ല. കൊച്ചുകുട്ടികൾ ഓടി ഒളിക്കുന്നത് പോലെ പിന്നെ രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടമാണ്. മാധ്യമങ്ങൾക്ക് മോദിയെ ഇഷ്ടമാണ് എന്ന് രാഹുലിന് കുറച്ചെങ്കിലും മനസ്സിലാക്കി കാണും. രാഹുൽ, നിങ്ങളൊരു പ്രതിപക്ഷ നേതാവാണ്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ വ്യാജ വിഷമദ്യം കഴിച്ച് 60 പേർ മരിച്ചപ്പോഴും ഒരുപാട് ആളുകൾക്ക് കണ്ണിന് കാഴ്ച പോയപ്പോഴും ഓടിയെത്തേണ്ട നിങ്ങൾ എന്തിനാണ് മണിപ്പൂരിൽ പോയി അവിടെ തീയിലെ പുറത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാൻ ശ്രമിച്ചത്? മണിപ്പൂരിലെ ജനത നിങ്ങളെപ്പോലെ മണ്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവർ തിരിച്ചടിക്കും. അടിക്കേണ്ട സമയത്ത് അവർ നിങ്ങൾക്ക് തിരിച്ചടിക്കും. ആ തിരിച്ചടികൾ ഓരോ സംസ്ഥാനങ്ങളും അടിച്ചത് കൊണ്ടാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു ടുക്കട പാർട്ടിക്ക് നിങ്ങൾക്ക് അടിയറവ് വെച്ച് ഒരു പാർട്ടി കെട്ടിപ്പൊടുക്കി എല്ലാ പ്രതിപക്ഷത്തിനെയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടും നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ ഇന്ത്യ സഖ്യത്തിലെ ഇന്ത്യ സഖ്യം എന്നൊരു മുന്നണി രൂപീകരിച്ച് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടെ ചേർന്നത് കൊണ്ടാണ് രാഹുൽ നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെറുതെ ഇരിക്കുമായിരുന്നു. ഒരു ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭാരത് ജോഡോ യാത്ര എന്ന ഒരു ടുക്കട പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് നാട് നീളെ ഇങ്ങനെ നിരങ്ങി നടക്കുമായിരുന്നു നിങ്ങൾ. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ കൂടുതലായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. തിരിച്ചടിക്കും അവർ. ആ അടിയുടെ പ്രഹരം ചിലപ്പോൾ രാഹുലിന് പോലും താങ്ങാൻ കഴിഞ്ഞ് എന്ന് വരില്ല.